സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. Matthew 16:13-19. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്തെത്തിയപ്പോൾ വായിക്കാം. യേശു ഫിലിപ്പിന്റെ കൈസരയുടെ പ്രദേശത്തെത്തിയ ശേഷം Read together all. തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവ് പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തുവാകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. യേശു കർത്താവ് ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു. When Jesus came unto the region of Caesarea of Philippi, he asked his disciples, who do men say that I, the Son of Man, am? എന്താണ് ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശം? Where is the Caesarea of Philippi? യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ കൃഷി ഉണ്ടായിരുന്ന സ്ഥലം ആ പ്രദേശമാണ്. Caesarea of Philippi is the place where a large amount of agriculture happened. യോർദാൻ നദി രണ്ട് കൈവഴിയായി ഒഴുകുമ്പോൾ അതിലെ ഒരു കൈവഴിയായി ഒഴുകുന്ന യോർദാൻ ഗലീല കടലിലേക്കും മറ്റൊരു കൈവഴിയായി ഒഴുകുന്ന യോർദാൻ മെഡിറ്ററേനിയൻ സീയിലേക്കും കടന്നു പോകുന്നു. Jordan River split into two, one into the Dead Sea and the other into the Mediterranean. എന്നാൽ മെഡിറ്ററേനിയൻ സീയിലേക്ക് യോർദാൻ നദി ഒഴുകുന്ന ഒരു കൈവഴിയായി ഒഴുകുന്ന ഭാഗത്താണ് ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശം. And this Caesarea of Philippi is the place where this tributary is going into the Mediterranean. ആ സ്ഥലത്ത് ഒത്തിരി വെള്ളം കിട്ടുന്ന സ്ഥലമായിരുന്നതുകൊണ്ട് ആ സ്ഥലത്ത് ഒത്തിരി കൃഷി ഉണ്ടായിരുന്നു. Because that place got enough and ample amount of water that had a lot of flourishing agriculture. അവിടെ നല്ല കൃഷിഭൂമി ആയിരുന്നതുകൊണ്ട് അവിടെ ഒത്തിരി മനുഷ്യർ താമസിച്ചിരുന്നു. Because of the agriculture agrarian society, a great society thrived in that place. അവിടെ ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഒത്തിരി വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. And because it had great amount of people, a great amount of faiths were there. അവർ അന്നത്തെ കാലത്ത് അവിടുത്തെ ജനം വിശ്വസിച്ചിരുന്ന ഒരു ദേവനാണ് പാനിയാസ് എന്ന ദേവൻ. The people there believed a deity called Panias. അവിടെയുള്ള ഭൂരിഭാഗം ആളുകളും ഈ പാനിയാസ് എന്ന ദേവനെയാണ് ആ സമയത്ത് ആരാധിച്ചത്. All those people there worshipped this deity Panias. അങ്ങനെ പല വിശ്വാസങ്ങൾ നിലകൊണ്ട് ആ പ്രദേശത്ത് എത്തിയപ്പോൾ തന്നെ യേശു കർത്താവ് കോമൺ ആയി ചോദിക്കുകയാണ്, നിങ്ങൾ ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു. In such a place where they were multi faith, in that context Jesus is asking, who do you say I am? ചിലർ പറഞ്ഞു അവൻ ഏലിയാവ് എന്ന പ്രവാചകനാണ്. And some people said you are Elijah. ചിലർ പറഞ്ഞു നീ യിരെമ്യാവ് എന്ന പ്രവാചകനാണ്. Others said you are Jeremiah the prophet. ചിലർ പറഞ്ഞു നീ സ്നാപക യോഹന്നാനാണ്. Some people said you are John the Baptist. ഇങ്ങനെ പലരും പലതും പറയുമ്പോൾ when different people said differently, യേശു കർത്താവ് തിരിഞ്ഞ് ശിഷ്യന്മാരോട് ചോദിച്ചു, Jesus turned to the disciples, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു? who do you say that I am? അതിന് പത്രോസ് ഉത്തരം പറഞ്ഞത്, and Peter says, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. you are Christ, the Son of the living God. നിങ്ങൾ ആ വാക്ക് വിട്ടുപോകരുത്. And you have to concentrate on this word. നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നല്ല പറഞ്ഞത്. Not just that you are the Son of God Christ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. You are Son of the living God. കാരണം പത്രോസ് അത് പറയാനുള്ള കാരണം ആ സ്ഥലത്തോടുള്ള ബന്ധത്തിലാണ്. And Peter is saying this related to the speciality of that place. പത്രോസ് തിരിച്ചറിഞ്ഞത് പത്രോസിന് ലഭിച്ച വെളിപ്പാട് ജീവനുള്ള ദൈവത്തെക്കുറിച്ചാണ്. Peter was revealed that Jesus Christ is the Son of living God. ഇവിടെ ഇരുന്ന് കൈകളെ ഉയർത്തി പറയാം, ഞാൻ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. Oh, let us shout together, we serve a living God. അടുത്തിരിക്കുന്നവർക്ക് കൈകൾ കൊടുത്തു പറയുക, ഞാൻ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. Turn to the next person and say, we believe a living God. പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. Peter says, you are Christ, the Son of the living God. ഇത് കേട്ടപ്പോൾ 17-ാമത്തെ വാക്യത്തിൽ യേശു അവനോട് പറയുകയാണ്, ബെറിയോനാ ശിമോനെ, നീ അനുഗ്രഹീതനാണ്.
In verse 17, Jesus answers him, "Blessed are you, Simon Bar-Jonah." ജഡരക്തമല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. It's not the flesh and blood, but my Father who is in heaven who has revealed this. പത്രോസേ നിനക്ക് ലഭിച്ചത് ഒരു അറിവല്ല. It's not just an information or knowledge. പത്രോസേ നീ ഇപ്പോൾ പറഞ്ഞത് ഒരു വെളിപ്പാടാണ്. Oh, this is a revelation. ഇത് സ്വർഗ്ഗം നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. Oh, this revelation came from heaven. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നു, I will say like this. യേശു ജീവനുള്ള ദൈവമെന്നും യേശു ജീവനുള്ള കർത്താവെന്നും വെളിപ്പെട്ട് കിട്ടിയവരെ നോക്കി യേശു പറയുകയാണ്, ആമീൻ, ഹല്ലേലൂയ, ജഡരക്തമല്ല, നിന്റെ കുടുംബക്കാരല്ല, നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവത്രേ. To all those who got the revelation that Jesus Christ is the living God, it's not from flesh or blood, it's not from relatives, but the heaven has revealed it. പത്രോസിനോട് പറയുന്നു, നീ പത്രോസാകുന്നു. You are Peter. നീ പത്രോസാകുന്നു. You are Peter. ഈ പാറമേൽ. On this rock. നീ പത്രോസാകുന്നു. You are Peter. ഈ പാറമേൽ. But on this rock. ഏതാണ് ഈ പാറ? Which is that rock? ക്രിസ്തുവാകുന്ന പാറ. Christ the rock. Amen. ഈ പാറമേൽ On this rock ഞാൻ എന്റെ സഭയെ പണിയും. I will build my church. പാതാള ഗോപുരങ്ങൾ അതിനെ All ജയിക്കുകയില്ല. the gates of the Hades shall not prevail over it. 19ാമത്തെ വാക്യത്തിൽ ആ മനുഷ്യനോട് ദൈവം പറയുന്നു, On verse 19 the Lord says, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. I will give you the keys of the kingdom of heaven. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം. You should especially consider this word. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. I am giving you the keys. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയും. Whatever you bind on this earth will be bound in നീ heaven. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. Whatever you loose on this earth will be loosed in heaven. ഞാൻ ചോദിക്കട്ടെ, 12 ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തു. The Lord had 12 disciples. ഇവർ നിഴല് പോലെ കൂടെ നടക്കുന്നു. They were always with Jesus as shadow. മാറോട് ചാരിക്കിടക്കുന്ന യോഹന്നാൻ കൂടെയുണ്ട്. Oh, there is John who is close to the bosom of Jesus. വിശ്വാസമുള്ള ഫിലിപ്പോസ് കൂടെയുണ്ട്. We have Philippus who had great faith. കൂടെ നിൽക്കുന്നവർ ആരും മോശക്കാരല്ല. All those people who are with him are great men. താക്കോൽ എടുത്ത് കൊടുത്തപ്പോൾ, But when the key was given, നിങ്ങൾ എല്ലാവരും കൂടി ഇത് ഉപയോഗിച്ചോണം എന്നല്ലേ പറയേണ്ടത്. not that all of you use this key. പക്ഷേ യേശു പറഞ്ഞത്, Jesus ഈ specifically said, താക്കോൽ എല്ലാവർക്കും തരാനുള്ളതല്ല. I mean, this key cannot be given to everyone. ഞാൻ ആരെന്നുള്ള വെളിപ്പാട് ലഭിച്ചവന് തരാനുള്ളതാണ്. Oh, to the ones who has received the revelation of who Jesus is, to him ഈ it will be താക്കോൽ given. ഞാൻ നിനക്ക് തരികയാണ്. To you I give this. ഇന്ന് ഈ ആരാധനയിൽ ക്രിസ്തു ആരെന്നുള്ള വെളിപ്പാടിൽ ജീവിക്കുന്നവന്റെ കയ്യിൽ ഒരു അധികാരത്തിന്റെ താക്കോലുണ്ട്. Oh, in this worship service, if you are living in the revelation of who Jesus is, you have a special നീ authority. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. Whatever you bind here, it will be bound in നീ heaven. ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. What you lose here will be unleashed in heaven. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the authority and name of Jesus. മനുഷ്യനും പിശാചും നിനക്കെതിരെ കെട്ടിയ സകല തുകങ്ങളെ സ്വർഗം അഴിക്കുകയാണ്. All the bondages that had been on you from Satan and man is going to be unleashed in the name of Jesus. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. Oh, the keys of the kingdom of heaven is given to you. ഇത് പേഴ്സണൽ ആണ്. This is very personal. ഇത് പേഴ്സണൽ ആണ്. This is personal. ഇത് പേഴ്സണൽ ആണ്. This is personal. ഹല്ലേലൂയ. വ്യക്തിപരമായ ഒരു കൈമാറ്റമാണ്. I mean, this is an exchange which is happening on ഇന്ന് a personal ആരാധനയിൽ ഈ level. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരോട് ഞാൻ പറയുന്നു, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ച, യേശു ക്രിസ്തു ജീവനുള്ള ദൈവമെന്ന് വിശ്വസിച്ച, ആ വെളിപ്പാടിൽ ജീവിക്കുന്ന, ആ വിശ്വാസത്തിൽ ജീവിക്കുന്ന നിന്റെ അധരങ്ങളിലൂടെ എന്റെ ദൈവം ചിലത് തുറന്നിരിക്കും, എന്റെ ദൈവം ചിലത് അഴിച്ചിരിക്കും. To all those people who live in the light of the revelation of who Jesus is, the Lord is going to break free you from all the bondages. യേശു പറയുന്നു, കെട്ടാനും ഞാൻ വരുന്നില്ല, അഴിക്കാനും ഞാൻ വരുന്നില്ല. Jesus is saying, I will not come to unleash any bondage. കെട്ടാനും ഞാൻ വരുന്നില്ല, അഴിക്കാനും ഞാൻ I വരുന്നില്ല. am not going to loose or unbind anything. ഈ വെളിപ്പാടിൽ നിൽക്കുന്നവൻ കെട്ടേണ്ടത് കെട്ടിക്കോണം, അഴിക്കേണ്ടത് അഴിച്ചോണം. Oh, those who live in this revelation, through their lips, the Lord is going to unleash and bind things. നീ
ഭൂമിയിൽ അനുവദിക്കുന്നത് സ്വർഗത്തിൽ അനുവദിക്കപ്പെടും, നീ ഭൂമിയിൽ അനുവദിക്കാത്തത് സ്വർഗത്തിൽ അനുവദിക്കപ്പെടുകയില്ല എന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു. Bible says like this, what you permit on this earth is permitted in heaven, and what you do not permit is cancelled in heaven. ചിന്തിപ്പിച്ച വലിയൊരു കാര്യമുണ്ട് പാസ്റ്ററെ. I mean, there is something which provoked my thought. പത്രോസ് ഈ വെളിപ്പാട് പറയുമ്പോൾ, when Peter is saying this revelation, പത്രോസിനെ മാത്രം കർത്താവ് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോയെന്ന് എഴുതിയിരിക്കുന്നത്. I mean, it is written that the Lord separated Peter. ഈ യേശു ജീവനുള്ള ദൈവമെന്നും ദൈവപുത്രനെന്നും ഒരു കഥ പോലെ കേട്ടവരല്ല, എവിടെയോ കേട്ട് പഠിച്ചവരല്ല, കൃത്യമായ ആ വെളിപ്പാട് ലഭിച്ചവന് ഒരു സെപ്പറേഷൻ ഉണ്ടാവും. Oh Jesus, those who have received the revelation that Jesus Christ is the Son of the living God, they will have a separation. ചിലപ്പോൾ വീട്ടിനകത്ത് ഒറ്റപ്പെട്ടെന്ന് വരും, you may be isolated in your home, കുടുംബക്കാർ ഒറ്റപ്പെടുത്തിയെന്ന് വരും, people will isolate you, പക്ഷേ ഈ സെപ്പറേഷൻ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. oh, this separation is for a preparation. ഏലിയാവിനെ ദൈവം സെപ്പറേറ്റ് ചെയ്തു. Elijah was separated by God. സെപ്പറേറ്റ് ചെയ്തു കൊണ്ടുപോയി കെരീത്ത് തോടിനരികെ ഇരുത്തി. God separated him and made him sit beside Kerith brook. സെപ്പറേറ്റ് ചെയ്ത ഏലിയാവിനെ കെരീത്തിൽ ദൈവം പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. And that separated Elijah was prepared at Kerith. ആ പ്രിപ്പറേഷൻ അകത്ത് അവൻ അപ്പവും ഇറച്ചിയുമായി കാക്ക വന്നപ്പോൾ ആ പ്രിപ്പറേഷനിൽ ദൈവം ഒരു പ്രൊവിഷൻ ഇട്ടു. I mean, at that place where he was prepared, there was a provision from God through the raven. വാ തുറന്ന് പറയുക, സെപ്പറേഷൻ ഉണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ഉണ്ട്. If you have a separation, there is a preparation. പ്രിപ്പറേഷൻ അകത്ത് പ്രൊവിഷൻ ഉണ്ട്. Wherever God prepares you, there is a provision. ആ പ്രൊവിഷൻ കൊടുത്തു കഴിഞ്ഞ് ഏലിയാവിനെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് സാരാപത്തിലേക്ക് കൊണ്ടുപോയത് വിധവയുടെ പൈതലിനെ ഉയർപ്പിക്കാനാണെങ്കിൽ സെപ്പറേഷനിൽ പ്രിപ്പറേഷൻ ഉണ്ട്, പ്രിപ്പറേഷനിൽ പ്രൊവിഷൻ ഉണ്ട്, പ്രൊവിഷനിൽ നിനക്ക് പ്രൊമോഷൻ ഉണ്ട്. There is a separation, there is a preparation, and when the Lord prepares you, there is a provision, and from there the Lord lifts you into a promotion. നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ജീവിതത്തിൽ, ആത്മതലങ്ങളിൽ ഒരു പ്രൊമോഷൻ ദൈവം അയക്കുകയാണ്. In the spiritual realm, for your ministry, the Lord is setting up a promotion. പത്രോസിന്റെ കയ്യിൽ ദൈവം ഒരു താക്കോൽ കൊടുത്തു. God gave a key into the hands of Peter. എല്ലാ അധികാരങ്ങളുടെയും ഒരു കൈമാറ്റം അവിടെ നടന്നു. We find an exchange of an authority there. പക്ഷെ ഒരു കാര്യം മാത്രം യേശു വിട്ടുകൊടുത്തില്ല. But one thing he did not give. ഞാൻ എൻ്റെ സഭയെ പണിയും. I will build my church. പാസ്റ്ററെ, യേശു പറഞ്ഞില്ലേ, നീ ഭൂമി കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. പിന്നെ ഈ പുള്ളിയോട് കർത്താവിന് അതുകൂടെ അങ്ങ് പറയുന്നത്, നീ അങ്ങ് സഭയെ പണിഞ്ഞോളാൻ. Amen. Jesus gave the authority to unleash and bind, but why God did not give the authority to build the church? നീ സഭയും കൂടെ പത്രോസേ നീ അങ്ങ് പണിഞ്ഞോളൂ എന്ന് പറഞ്ഞത് എന്താ? Peter, you build the church. കാരണം അത് കർത്താവ് ആ പണി ആർക്കും വിട്ടുകൊടുക്കുകയല്ല. Amen. അതിന്റെ കാരണം ഈ സഭ എന്ന സംവിധാനവുമായി വെളിപ്പാടുമായി ബന്ധപ്പെട്ട് അറ്റാക്ക് വരുന്നത് പാതാള ഗോപുരത്തിൽ നിന്നാണ്. Amen. Because all the attacks which comes against the church is from the gates of the Hades or hell. ചർച്ച് മിനിസ്ട്രി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. Church ministry is not a small thing. സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു സഭയെ പരിപാലിക്കുക, ഒരു കൂട്ടത്തെ ക്രിസ്തു എന്ന തലയോളം വളർത്തിയെടുക്കുക, ഒരു ചർച്ചായി ദൈവം എക്ലീഷ്യ എന്ന പദത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന പദത്തിൽ നിന്ന് സഭയായി ദൈവം വേർതിരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. I mean, the Lord is separating a church and having a church and ministering in a church. All these things are no insignificant things. ഒരു വ്യക്തിയെ പൂർണ്ണമായി ക്രിസ്തുവിലേക്ക് തിരിച്ച്, but a person being completely turned toward Christ. ക്രിസ്തു എന്ന ഏക പുരുഷന് സ്വർഗ്ഗത്തിൽ
സ്വർഗത്തിലെ ദൈവം ആ വ്യക്തിയെ നിർമ്മല കന്യകയാക്കി മാറ്റി. Betrothing that person as a bride for the fit bridegroom who's in സഭയെ heaven. ആത്മീക ഭവനത്തിനകത്ത് കൊണ്ടുവന്ന് Bringing that person into the family of the church. വചനവും പ്രാർത്ഥനയും കൊടുത്ത് Giving them word of God and prayer. ആ വ്യക്തിയെ ക്രിസ്തു എന്ന തലയോളം വളർത്തിയെടുത്ത് Building up that person unto the headship of Christ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുമ്പോൾ Preparing that person for the second coming of Jesus. പാതാള ഗോപുരം അതിനെ ഭയപ്പെടുന്നുണ്ട്. Oh, gates of the Hades, they are fearful of that. Amen. പാതാള ഗോപുരം അതിനെ ഭയപ്പെടുന്നുണ്ട്. Gates of the hell are in fear of that. അതുകൊണ്ട് പത്രോസിനോട് യേശു പറഞ്ഞു, That's why the Lord says to Peter, ഈ ഭൂമിയിൽ സകല ശുശ്രൂഷ നീ ചെയ്തോ, all the ministry on this earth you do it. പക്ഷെ സഭ പണിയാൻ നിന്നെ കൊണ്ട് പറ്റുകയില്ല. But for building up the church, that's not you. ഇത് പാതാള ഗോപുരം ഡയറക്റ്റ് ഉള്ള അറ്റാക്ക് ആണ്. Oh, this is a direct attack from the gates of the അതുകൊണ്ട് Hades. നിന്നെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുകയില്ല. So you cannot do it alone. നീ സ്റ്റാൻഡ് ചെയ്ത് കൂടെ നിന്നാ മതി. Oh, you stand beside me. ഞാൻ എന്റെ സഭയെ പണിയും. I will build my church. പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. Oh, gates of the hell ഓ will not വിശ്വസിക്കുക. prevail. യേശു പറഞ്ഞു ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. ഈ പത്രോസിന്റെ കരങ്ങളിലേക്ക് യേശു കർത്താവ് ഈ സ്വർഗരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ താക്കോൽ കൈമാറിയപ്പോൾ ഈ മനുഷ്യൻ എന്തെല്ലാം അഴിച്ചു, എന്തെല്ലാം പൂട്ടിയെന്നറിയാവോ? When I was thinking like this, when Jesus Christ handed over the keys of the kingdom of heaven, what all he bound and what all he unleashed. വീട്ടിൽ താക്കോലുള്ള എത്ര പേരുണ്ട്? How many of you have keys at home? ഒരാള് പോലും ഇതിനകത്ത് കാണാതിരിക്കുകയില്ല. All of you may have keys, different keys. അറ്റ്ലീസ്റ്റ് ഒരു താക്കോലെങ്കിലും വീട്ടിലുള്ളവർ. At least one key you may have. എന്തിനു വേണ്ടിയാ? പൂട്ടിന്റെ താക്കോല് പൂട്ട് തുറക്കാനും അത് പൂട്ടാനും. Amen. You have keys so that you can lock and unlock. കതകിന്റെ താക്കോല് കതക് തുറക്കാനും കതക് അടയ്ക്കാനും. To open the door and to close we have door key. അലമാരയുടെ താക്കോൽ അലമാര തുറക്കാനും അലമാര അടയ്ക്കാനും. To open the safe and to close it. യേശു കർത്താവ് പത്രോസിനോട് പറയുന്നു, Jesus says to Peter, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, the keys of the kingdom of heaven. Amen. ഞാൻ നിനക്ക് കൈമാറുകയാണ്. I am giving it unto you. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ വരുമ്പോൾ Acts chapter 2 verse 38. പത്രോസ് ജനത്തിന് മാനസാന്തരപ്പെടാൻ ആഹ്വാനം കൊടുക്കുകയാണ്. Peter is giving an appeal to the people for repenting and coming to the ആ Lord. ഒരൊറ്റ പ്രസംഗത്തിന്റെ മുൻപിൽ അവിശ്വാസത്തിന്റെ പൂട്ട് തകർന്നു. I mean, with that one preaching, all the locks of unfaith that was totally shattered. ജനം മാനസാന്തരപ്പെട്ടു. People repented. ജനം സ്നാനപ്പെട്ടു. People got baptized. അപ്പോൾ ആ താക്കോൽ ഉപയോഗിച്ച് ഒരു 1000 ആളുകളുടെ അവിശ്വാസത്തെ അഴിച്ചു കളഞ്ഞ് തെറ്റായ ജീവിത സ്വഭാവങ്ങളെ അഴിച്ചു കളഞ്ഞ് അവരെ നേരായ മാർഗത്തിലേക്ക് ആത്മാവ് നയിക്കുകയാണ്. Amen. The yoke of unbelief, the yoke of sin, everything were totally shattered and broken through that one key on the day of Pentecost. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ Acts chapter 3 verse 1. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കലിരുന്ന അമ്മയുടെ ഉദരം മുതൽ ഗർഭം മുതൽ മുടന്തനായിരുന്ന ആ യാചകനെ പത്രോസ് സൗഖ്യമാക്കുകയാണ്. Peter is healing a lame man who was beside the gate of the temple called Beautiful. പൊന്നും വെള്ളിയും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാം. Silver and gold I do not have, but what I do have I give you. In the name of Jesus Christ of Nazareth, rise up and walk. അവന്റെ രോഗത്തിന്റെ ലോക്ക് അവിടെ അഴിഞ്ഞു പോയില്ലേ? Oh, the lock of infirmity that was totally broken. അവിശ്വാസത്തെ ഒറ്റ പ്രസംഗം കൊണ്ട് അഴിച്ചു കളഞ്ഞോ? The yoke of unbelief were totally broken. അത് അഴിയാതെ 3000 പേർ സ്നാനപ്പെടുവോ? 3000 people will never be baptized. അമ്മയുടെ ഉദരം മുതൽ ആളുകൾ എടുത്തുകൊണ്ട് വന്ന് പള്ളിയുടെ മുമ്പിൽ വെക്കുന്നവൻ എഴുന്നേറ്റും നടന്നും തുള്ളിയും ദൈവത്തെ സ്തുതിക്കുവോ? A man who was lame from the birth was completely healed through this key. അതിലെല്ലാം അപ്പുറമായി പത്രോസിനോട് വ്യാജം കാണിച്ച അനന്യാസും സഫീറയും Ananias and Sapphira, who was അവർ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു.
they were doing bad things against the Holy Spirit. കൃത്യമായി അവർ പത്രോസിന്റെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. I mean, they are standing right in front of Peter. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ ആ കുടുംബം മരണപ്പെട്ടു. I mean, we find in Acts chapter 5:1 onward that the whole family succumbed to death. ആ സ്പിരിച്വൽ അതോറിറ്റി നിങ്ങൾ എത്ര പേർ മനസ്സിലാക്കുന്നു? How many of you understand that spiritual authority? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചാൽ അത് നല്ലതല്ലെന്ന് എത്ര പേർ മനസ്സിലാക്കുന്നു? I mean, how many of you believe that you cannot lie against the Holy Spirit? ഹല്ലേലൂയ. Hallelujah. അവിടെ എന്താണ് പൂട്ടു വീണതെന്ന്, എന്താണ് കെട്ടപ്പെട്ടതെന്ന്, എന്താണ് ലോക്കായെന്ന് നിങ്ങൾക്കറിയാം. I mean, you know what happened there and what was locked there. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ വരുമ്പോൾ, Acts chapter 10, അതിന്റെ 1 മുതലുള്ള വാക്യത്തിൽ വരുമ്പോൾ, when you check verse 1 onward, കൊർനെലിയോസ് എന്ന പേരുള്ള മനുഷ്യൻ, a man called Cornelius, അദ്ദേഹം ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ആളാണ്. he was a person in power. അതുവരെ സുവിശേഷം ജാതികളുടെ ഇടയിലേക്ക് കയറിയിട്ടില്ല. Till that time, gospel has not penetrated into the Gentiles. ജെറുസലേമിൽ വെളിപ്പെട്ട ഉണർവ് ജാതികളുടെ ഇടയിൽ വെളിപ്പെട്ടിട്ടില്ല. I mean, the revival that happened in Jerusalem, that has not gone into the Gentiles. ആ ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ തടസ്സത്തെ, ആ ബന്ധനത്തെ അഴിക്കാൻ ആദ്യത്തെ വ്യക്തിയെ സ്നാനപ്പെടുത്തി ദൈവത്തിലേക്ക് നയിച്ചത് പത്രോസാണ്. Oh, that barrier of the gospel reaching into the Gentiles, that was totally broken through Peter. അപ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, സുവിശേഷം എത്താത്തെടുത്ത, വചനം എത്താതെ പോയ ഇടത്ത് കിടന്ന ആ ഒരു ലോക്കിനെ പത്രോസ് തന്റെ ശുശ്രൂഷയിലൂടെ ഉടച്ചു കളഞ്ഞു. Oh, that lock which prevented gospel reaching that place, that was totally broken through Peter, through the key. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കയ്യിലുള്ളവനെ അപ്പോസ്തല പ്രവൃത്തി 12-ൽ കാരാഗൃഹത്തിൽ പൂട്ടിയപ്പോൾ താക്കോൽ ഇല്ലാതെ കാരാഗൃഹം തുറന്നു. A person who had the key of the kingdom of heaven, he was locked inside a prison. Even without a key, he was delivered. കാരാഗൃഹത്തിന്റെ 2-ാം വാതിലും 3-ാം വാതിലും സ്വതവേ തുറന്നു. Oh, the first door, the second gate and the third I were am opened. prophesying over you. Amen. I declare and declare. യേശു ജീവനുള്ള ദൈവപുത്രൻ എന്ന വെളിപ്പാടിൽ ജീവിക്കുന്ന നിന്റെ മുൻപിൽ അവൻ വാതിലുകൾ തുറന്നു വരട്ടെ. Doors are going to open in front of you who has the revelation of Jesus Christ. വിടുതലിന്റെ വാതിൽ തുറന്നു വരട്ടെ. Oh, the door of deliverance is opening up. എല്ലാ ബന്ധനങ്ങളും എല്ലാ മുഖവും യേശുവിൻ നാമത്തിൽ തകർന്നു പോകട്ടെ. The bondages and yokes are shattered in the name of Jesus. Hallelujah. Hallelujah. Amen. 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 Amen.